അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. അരൂർ ശാന്തിഭൂമി ശ്മശാനത്തിന്റെ ഭീമൻ പുകക്കുഴൽ വീടിന് മുകളിലേക്ക് തകർന്നു വീണു. വൻ അത്യാഹിതം ഒഴിവായത് തലനാരിഴയ്ക്ക്. അരൂർ പഞ്ചായത്ത് 23-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തിഭൂമി പൊതുശ്മശാനത്തിലെ ഭീമൻ പുകക്കുഴൽ തകർന്നു വീണു. ഇന്ന് വെളുപ്പിന് 12 മണിയോടെ പെയ്ത പെരുമഴയത്താണ് അപകടം സംഭവിച്ചത്. ശ്മശാനത്തിന്റെ തെക്കുഭാഗത്തെ മതിൽക്കെട്ടിനോട് ചേർന്ന് താമസിക്കുന്ന വേഴക്കാട്ട് തിലകന്റെ വീടിന് മുകളിലേക്കാണ് പുകക്കുഴൽ ഒടിഞ്ഞു വീണത്. കടഭാഗം പൂർണ്ണമായും ദ്രവിച്ചതാണ് കുഴൽ നിലംപതിക്കാൻ കാരണമായത്. തലനാരിഴയ്ക്ക് ഒഴിവായത് വൻ ദുരന്തം. അപകട സമയത്ത് തിലകനും ഭാര്യയും 2 മക്കളും വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വലിയ ശബ്ദം കേട്ട് ഭയചകിതരായി പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് മുകളിലെ ട്രസ് വർക്ക് ചെയ്ത തകരഷീറ്റുകൾ തകർത്ത് പുകക്കുഴൽ കിടക്കുന്നത് കണ്ടത്. രാത്രി 12 മണിയായപ്പോഴത്തേക്കാണ് ഈ കുഴൽ വീഴുന്ന ശബ്ദം കേട്ട് മകനും എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇത് മൊത്തം ഒടിഞ്ഞു വീണ് കിടക്കുകയാണ്. ഇതിൻ്റെ ശോചനീയാവസ്ഥ ഞാൻ വർഷങ്ങളായിട്ട് പഞ്ചായത്തിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്, എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുമുണ്ട്. ഏത് സമയത്തും വീണാൽ എൻ്റെ പേരുടെ പുറത്തെ വീടുള്ളത് ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിൽ പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുള്ളവരോടും അല്ലാത്തവരോടും മറ്റ് കമ്മിറ്റിയിലും പരാതി വരെ എഴുതി കൊടുത്തിട്ടുള്ളൂ. ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഗ്ലാസിൻ്റെ കനം പോലും ഇല്ല. അത്രയും വലിയ ഹൈറ്റുള്ള സാധനം നിന്നേക്ക് കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ്. അപ്പുറത്താണ് വീണെങ്കിൽ 5-6 ശവകൾക്കെന്ത് വന്നത്. അപ്പം നമുക്കിപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന നഷ്ടപരിഹാരം ട്രസ് വർക്ക് ചെയ്ത് എനിക്ക് തന്നാൽ മതി. എനിക്ക് അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. പിന്നെ കുഴലിന്റെ ഭാരം തകരഷീറ്റുകൾ താങ്ങിയതുകൊണ്ടാണ് വീടിനുള്ളിലേക്ക് പതിക്കാതിരുന്നതും ദുരന്തം ഒഴിവായതും. സമീപത്തുള്ള വയോധികർ താമസിക്കുന്ന ഓടുമേഞ്ഞ പുരയിലേക്കാണ് ഇത് വീണിരുന്നതെങ്കിൽ ജീവാപായം ഉൾപ്പെടെയുള്ള വൻ അത്യാഹിതം സംഭവിക്കുമായിരുന്നുവെന്ന് പരിസരവാസികൾ പറയുന്നു. 2013 ജൂലൈയിൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ CK പുഷ്പന്റെ ഭരണകാലത്താണ് അന്നത്തെ MLA ആരിഫ് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് 2015 ഫെബ്രുവരിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുനീർ ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നടത്തി. എന്നാൽ നിലവാരം കുറഞ്ഞ സാമഗ്രികൾ ഉപയോഗിച്ചാണ് ശ്മശാനം നിർമ്മിച്ചതെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. തുരുമ്പെടുത്ത മേൽക്കൂര. ശ്മശാനത്തിന്റെ മേൽക്കൂര പൊതിഞ്ഞിരിക്കുന്ന തകര ഷീറ്റുകൾ നിലവിൽ പൂർണ്ണമായും ദ്രവിച്ച് തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ അഴിച്ചുപണിയേണ്ട അവസ്ഥയിലാണ് നിലവിൽ ശ്മശാനമുള്ളത്. ആവർത്തിക്കുന്ന അപകടങ്ങൾ. സമാനമായ രീതിയിൽ അരൂക്കുറ്റിയിലും അടുത്തിടെ പുകക്കുഴൽ ഒടിഞ്ഞു വീഴുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അധികൃതരുടെ അനാസ്ഥ. പുകക്കുഴൽ ദ്രവിച്ചു നിൽക്കുന്ന കാര്യം മുൻപ് തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി വീട്ടുടമസ്ഥനായ തിലകൻ പറഞ്ഞു. ബർണറുകൾ തകരാറിലാകാൻ കാരണം കോവിഡ് കാലത്തെ സംസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റ്. നിലവിൽ ശ്മശാനത്തിലെ മൃതദേഹ സംസ്കരണത്തിനുള്ള ബർണറുകൾ പ്രവർത്തിക്കാത്തതിനാൽ കുമ്പളം, നെട്ടൂർ, അരൂക്കുറ്റി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളെയാണ് അരൂർ നിവാസികൾ ആശ്രയിക്കുന്നത്. കോവിഡ് കാലത്ത് പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ മൃതശരീരങ്ങൾ വൻതോതിൽ ദഹിപ്പിച്ചതിനാലാണ് ഗ്യാസ് ചേമ്പറിന്റെ ബർണറുകളും റെഗുലേറ്ററുകളും കേടുവന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ശ്മശാനത്തിൽ പുതിയ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുന്നതിനായുള്ള നടപടികൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. താൽക്കാലിക സംവിധാനം വേണമെന്ന് ആവശ്യം. സ്വകാര്യ കമ്പനിയിലെ ജോലിയിൽ നിന്നും വിരമിച്ച തിലകൻ ആകെയുള്ള വീട് തകർന്നതിന്റെ മാനസിക വിഷമത്തിലാണ്. സംഭവസ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർ ശ്രീജൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ആവശ്യമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ നിയമപരമായി ചെയ്യേണ്ട പരാതിയും പരിഭവങ്ങളും എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങളത് അനുതാപപൂർവം പരിഹരിച്ച് നിങ്ങൾക്കുണ്ടായ നഷ്ടം ഈ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയാലോചിച്ച് ചെയ്തു തരും. അതിലൊരു മാറ്റവുമില്ല. നിലവിൽ 2 ക്രെയിനുകൾ എത്തിച്ച് പുകക്കുഴൽ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അരൂരിൽ മൃതദേഹം സംസ്കരിക്കാൻ അടിയന്തരമായി താൽക്കാലിക സംവിധാനമെങ്കിലും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ഇവിടെ എത്ര നാളായെന്ന രീതിയിൽ കിടക്കുന്നത്. ഇതിന് വേറെ ഇത് പൊളിച്ചു ആളെ വിറക് വെച്ച് കത്തിച്ച് ഏറ്റവും നല്ലത്. ആംബുലൻസ് ഒന്ന് നെട്ടൂർ അല്ലെങ്കിൽ കുമ്പളം എവിടെ കൊണ്ടുപോകണം. ചില ആംബുലൻസ് കൊണ്ടുവരണം.